ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വന്ന ഏജൻസിയിൽ ഇപ്പോൾ ഒരുപാട് പുതിയ വേക്കൻസീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വേക്കൻസീസൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനും പിന്നെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ ചെറിയൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വീണ്ടും പുതിയ വീഡിയോസ്, നല്ല നല്ല വീഡിയോസ് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൂടുതലും റൊമാനിയയെ പറ്റിയുള്ള വിശേഷങ്ങളും അതുപോലെ തന്നെ ഇവിടെ നിലവിലുള്ള വേക്കൻസീസും പിന്നെ ഇങ്ങോട്ട് വരുന്നതിനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണെന്നും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലോട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനൊരു വർഷം മുന്നാണ് ഒരു ഹൗസ് കീപ്പർ എന്നുള്ളൊരു ജോബിന് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഞാൻ കൊടുത്തത് എവിഗഡ് സൊല്യൂഷൻ എന്ന് പറയുന്നൊരു ഓഫീസിലെ ഒരു ഏജൻറ്റിയിലാണ്. അപ്പോൾ അത് തൃശ്ശൂരാണ് ഓഫീസ്. തൃശ്ശൂർ നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രം അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന മച്ചിങ്ങൽ ലൈൻ റോഡാണ്. അപ്പോൾ ഓഫീസ് നെയിം എന്ന് പറയുന്നത് എവിഗഡ് സൊല്യൂഷനാണ്. അപ്പോൾ ഈ ഒരു ഏജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പ് വഴി എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് പരിചയപ്പെട്ട് അങ്ങനെ എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത്. അപ്പോൾ ഒരു വർഷത്തിന് മുന്നേ ഉള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രൂപ്പിൽ കയറി. ഒരുപാട് വേക്കൻസീസൊക്കെ അന്നും ഇങ്ങനെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം ഒരുപാട് പേരൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അപ്പോൾ കുറേ പേർക്കൊക്കെ വിസ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കും ഒരു ജോലിക്ക് കൊടുക്കണമെന്ന് തോന്നി. അപ്പം നാട്ടിൽ നിന്നിട്ട് ഒട്ടും സെറ്റാവാത്തതിൻ്റെ പേരില്ല. കാരണം നാട്ടിൽ എന്തൊക്കെ ജോലി ചെയ്തിട്ടും നമുക്കൊരു സാലറി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് യൂറോപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു ലൈഫ് കിട്ടുമെന്ന് സ്വപ്നം കണ്ട് അങ്ങനെ ഞാനും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അങ്ങനെയാണ് ഹൗസ് കീപ്പിങ്ങിന് കൊടുത്തത്. ഒരു വർഷം മുന്നേ കൊടുത്തതാണ്. പിന്നെ അതിൻ്റെ പ്രൊസീജിയറൊക്കെ നടന്നു വരാനായിട്ട് ഒരുപാട് താമസം എടുത്തു. ഞാൻ വിചാരിച്ച പോലെ പെട്ടെന്ന് വരാനുള്ള ആ ഒരു ഇതൊന്നും എനിക്ക് നടന്നില്ല. കാരണം PCC എടുത്തു. ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ PCC ആണ് ആദ്യമായിട്ട് എടുക്കുന്നത്. PCC എടുത്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കമ്പനിയുടെ ഓഫർ ലെറ്റർ തന്നു. ഓഫർ ലെറ്റർ തന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് അയച്ചു കൊടുത്തു. അവർക്ക് ഓക്കെയാണ്, സാലറി എല്ലാം ഓക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുത്തു. അതിനുശേഷം അവർ നമുക്ക് വർക്ക് പെർമിറ്റ് തന്നു. ഇതെല്ലാം ഒരു 6 മാസ കാലാവധി ഇടവിട്ടാണ് ഇതൊക്കെ വരുന്നത്. വർക്ക് പെർമിറ്റ് വന്നതിന് ശേഷം നമുക്ക് അതും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അടുത്തതായിട്ട് ലാസ്റ്റായിട്ട് വരുന്നതാണ് വിസയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് അവർ ഡേറ്റ് തരും. അപ്പോൾ ഈ ഡേറ്റ് തരുന്ന സമയത്ത് ഡൽഹിയിൽ എംബസി വെച്ചിട്ടായിരിക്കും ഇൻ്റർവ്യൂ നടത്തുന്നത്. അപ്പോൾ ഏജൻറ്റുകാർ തന്നെ നമുക്ക് അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ ക്വസ്റ്റ്യൻസൊക്കെ അവർ തന്നെ നമുക്ക് തന്നു. ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ചിട്ട് എംബസിയിൽ പോയി, ഡേറ്റിന് എംബസിയിൽ പോയി അറ്റൻഡ് ചെയ്തു. എന്തായാലും അവരുടെയൊക്കെ ആ ഒരു ഹെൽപ്പ് കൊണ്ട് സത്യം പറഞ്ഞാൽ അവർ തന്ന ക്വസ്റ്റ്യൻസൊക്കെ ആയിരുന്നു അവർ ചോദിച്ചത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ചതിൻ്റെ പേരിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി, നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റി. പേടിയൊന്നും ഇല്ലായിരുന്നു. അവർ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. നമ്മുടെ ജോലി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. ഇപ്പം ധൈര്യമായിട്ട് നമ്മളത് പറഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഇൻ്റർവ്യൂ പാസ്സായിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ഇടുന്നതാണ് നമ്മുടെ ഏജൻസിയിൽ പുതിയതായിട്ട് വന്ന വേക്കൻസീസ്. അപ്പോൾ അതിൻ്റെ സാലറീസ്, അതിൻ്റെ വർക്കിംഗ് ടൈം, അതിൻ്റെ കാലാവധി, അതിൻ്റെ പ്രോസസ്സിങ് ടൈം എല്ലാം ഇതിനകത്ത് വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. ഏജൻസിയുടെ നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിളിച്ചു ചോദിക്കുക, ഡയറക്റ്റായിട്ട് തന്നെ വിളിച്ചു ചോദിക്കുക. കാര്യങ്ങൾ നേരിട്ട് തന്നെ സംസാരിക്കുക. ഓഫീസ് തൃശ്ശൂരാണ്. നിങ്ങൾക്ക് ഓഫീസിൽ പോയി ബന്ധപ്പെടാം, സംസാരിക്കാം, നേരിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട. അപ്പം എല്ലാവരും അതിൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ച് മാത്രം നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള ജോബ് സെലക്ട് ചെയ്യുക. പിന്നെ ജോബിനെക്കുറിച്ചും അതുപോലെ തന്നെ റൊമാനിയനെ കുറിച്ചും അതിൻ്റെ വർക്ക് വിസ, അതിൻ്റെ പ്രോസസ്സിങ് ടൈം, അതുപോലെ തന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. അതിന് എന്തായാലും ഞാൻ റിപ്ലൈ തരും. അപ്പോൾ കാണുന്ന എല്ലാ അച്ഛന്മാരും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റിൽ ചോദിക്കുക. ഇങ്ങോട്ട് വരുന്നതിനെ പറ്റിയുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾ ചോദിക്കുക. അതെല്ലാം എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയതായിട്ടുള്ള വേക്കൻസീസൊക്കെ ഇതാണ്. ഫുഡ്, അക്കോമഡേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു സാലറി കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ എല്ലാ ജോബിനും ഇൻ്റർവ്യൂ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ചില ജോബിന് മാത്രമായിരിക്കും ഇൻ്റർവ്യൂ ഉള്ളത്.